പഞ്ചസാര വിൽപ്പന പാതി കുറഞ്ഞെന്ന് വ്യാപാരികൾ. അപകട മധുരത്തിൽ നിന്ന് അകന്ന ജനം. പക്ഷെ അതൊന്നല്ല രസം. കമന്റാണ് കിട്ടിലൻ. 10 പഴംപൊരി പിന്നെ ഒരു വിത്തൗട്ട് ചായയും. ഈ കച്ചവടം ഇടിച്ചതിൽ ഞാനും പങ്കാളിയാണ്. ഞാൻ പഞ്ചസാര നിർത്തിയിട്ട് 12 കൊല്ലമായി. അടിപൊളി. പിന്നെ ഞാൻ ഒരു ദിവസം ചുരുങ്ങിയത് 5 തവണ മധുരം കൂട്ടി ചായ കുടിക്കാറുണ്ട്. എന്നെ പോലെയുള്ളവർ കൂടി ഷുഗർ കട്ടായാൽ പഞ്ചസാര വിപണി ആകെ കുത്തനെ ഇടിയും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അതായത് പഞ്ചസാര വിപണി കുറഞ്ഞു. ഇതിന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് 3 ജനറേഷൻ എടുക്കാം. ഒന്ന് നമ്മളെ ജനറേഷൻ 90s കിഡ്സ്, പിന്നെ അതിന് മുമ്പത്തത് അതായത് നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷൻ, പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ജനറേഷൻ. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ജനറേഷനിൽ അവർ കൂടുതൽ കഴിക്കുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാണ്? ആവില് നനച്ചത്, പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ പഴം വെച്ചിട്ടുള്ള ഐറ്റംസ്, കൽത്തപ്പം, കിണ്ണത്തപ്പം, ഉണ്ണിയപ്പം, അങ്ങനെയുള്ള ശർക്കരയും യൂസ് ചെയ്യും. എന്നാൽ ഭയങ്കരമായിട്ടുള്ള റിഫൈൻഡ് ഷുഗർ ഉള്ള കാര്യങ്ങളല്ല അവർ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളുടെ പാരന്റ്സിന്റെ ജനറേഷൻ എത്തിയപ്പോ വന്ന കാര്യം എന്താ? വെറൈറ്റി ബേക്കറീസ് ഒരുപാട് വരാൻ തുടങ്ങി. വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങള്, അതെ, കേക്ക്സും പേസ്ട്രീസിനെക്കാളും ചിലപ്പം, അതായത് അവര് വലുതാവുമ്പോ ചെറിയ കുട്ടികളല്ല, അവരുടെ ഒരു 30s ഒക്കെ ഏജ് ആവുമ്പോഴാണ് ഈ ബേക്കറീസ് ഒക്കെ ചിലപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടാവുക. ലഡു, ജിലേബി, കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടുതൽ ബേക്കറി വരാൻ തുടങ്ങിയതും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനെക്കാളും കൂടുതൽ ഷുഗർ അവർ കഴിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ജനറേഷൻ കണ്ട് വളർന്ന കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു 50 വയസ്സാകുമ്പോഴത്തേനും ഈ പറഞ്ഞ നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഷുഗർ പോലത്തെ ഡയബറ്റിക് ആവുക, അവർ ഷുഗർ ഇൻടേക്ക് ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് കുറച്ച് കൊണ്ടുവരിക, മെഡിസിൻസ് എടുക്കാൻ തുടങ്ങുക, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് വളരുകയാണ് നമ്മള്. അപ്പൊ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഇത് പ്രശ്നമാണ്, ഷുഗർ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടു. ഷുഗറിന് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരുന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ട് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മളിപ്പം 50 ഒന്നും ആവാൻ കാത്തു നിൽക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പോഴും തെളിച്ച വന്നിട്ടില്ല. 50 വയസ്സ് വരെ കാത്തു നിന്നിട്ട് ഷുഗർ ഒഴിവാക്കുന്നേക്കാളും നല്ലത് 30കളിൽ തന്നെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കും. അതെ, മനസ്സിലായി തുടങ്ങി. അതാണ്, അതുകൊണ്ടാണ് ആവണം മേ ബി. ഇപ്പൊ ഈ കമന്റ് വായിക്കുമ്പോൾ തന്നെ കാണാം മിക്സ്ഡ് ആണ് ഒപ്പീനിയൻ. ചില ആൾക്കാർ കുറയ്ക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാർ എന്ന് പറയുന്നത് മൊമെന്റ്സ് കൂടുതലായിരുന്നു, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കുറവായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മാഷാഅല്ലാഹ് അവർക്കൊക്കെ ലൈഫ് ഡ്യൂറേഷൻ കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ ടക്ക് അത് ആൾക്കാർക്ക് അസുഖം വരുന്നതും ഇതാകുന്നതും. സോ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. ഈ വ്യാപാരികളുടെ ഇത് പറയുന്നത് വെച്ചാൽ അവരെ ഹെൽത്തി ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ വിൽക്കുന്ന ആൾക്കാർക്കും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വാങ്ങുന്ന ആൾക്കാർക്കും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്.